ലോക ക്യാൻസർ ദിനത്തിൽ സ്ത്രീകളിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസർ ടെസ്റ്റായ മാമോഗ്രാമിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തി അടിമാലി താലൂക്ക് ആശുപത്രിയും ബ്ലോക്ക് പഞ്ചായത്തും. 100% ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസർ ആണെങ്കിലും കൃത്യമായ ബോധവൽക്കരണത്തിന്റെ അഭാവവും കണ്ടെത്താൻ വൈകുന്നതുമാണ് രോഗം ഗുരുതരമാകാൻ കാരണമാകുന്നത്. സ്തനാർബുദം നേരത്തെ കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് മാമോഗ്രഫി. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ ദിനത്തിന്റെ സന്ദേശം. ക്യാൻസർ ദിനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും അടിമാലി താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് സ്ത്രീകളിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബ്രസ്റ്റ് ക്യാൻസർ ടെസ്റ്റായ മാമോഗ്രാമിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തിയത്. 100% ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസർ ആണെങ്കിലും കൃത്യമായ ബോധവൽക്കരണത്തിന്റെ അഭാവം മൂലവും കണ്ടെത്താൻ വൈകുന്നതും രോഗം ഗുരുതരമാകാൻ കാരണമാകുന്നു. സ്തനാർബുദം നേരത്തെ കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് മാമോഗ്രഫി. ക്യാൻസർ ദിനാചരണവും ബോധവൽക്കരണ പരിപാടിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരായ രോഗികളുള്ള പഞ്ചായത്തുകളാണ് കൊന്നത്തടി, വെള്ളത്തുപോലെ, അടിമാലിയിൽ അത്രയും വരുന്ന അടിമാലി ഇപ്പോൾ 49 ഗുരുതരമായി രോഗം ബാധിച്ച ആളുകളുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സ അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് ബ്രസ്റ്റിലാണ് ക്യാൻസർ കൂടുതലായിട്ട് പെട്ടെന്നുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഈ ബ്രസ്റ്റിനുണ്ടാകുന്ന ചികിത്സ ആദ്യമേ കണ്ടുപിടിച്ച് അത് ചെറിയ രീതിയിലുള്ള ഓപ്പറേഷൻ സംവിധാനം ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ 100% അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കും. കേരളത്തിൽ 20 വർഷത്തിനിടയിൽ ബ്രസ്റ്റ് ക്യാൻസർ 300 മടങ്ങാണ് വർദ്ധിച്ചത്. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, ചിട്ടയായ വ്യായാമം ചെയ്യുക, സമീകൃതാഹാരം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത്. ഹോർമോണുകളെ ബാധിക്കുന്ന രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം സാധ്യമാകുന്നിടത്തോളം കുറയ്ക്കുന്നതും പ്രധാനമാണ്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം SME, കട്ടപ്പന സെന്റ് ജോൺസ് എന്നിവിടങ്ങളിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. സമയബന്ധിതമായി കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണിത്. പക്ഷേ രോഗം പലപ്പോഴും വൈകിയാണ് തിരിച്ചറിയുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് ടി മുഖ്യപ്രഭാഷണം നടത്തി. RMO ഡോക്ടർ ഷൈബക് തോമസ്, PRO ജോജി ജോസഫ്, തുളസിബായി കൃഷ്ണൻ, MA അൻസാരി, അനിൽ കനകൻ, ഷേർലി ജോൾ, ഷീബ കോശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.